AK ശശീന്ദ്രന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഈ രാഷ്ട്രീയ നീക്കത്തിന് കേരളം കൃത്യമായ ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തുന്നുണ്ട്. ഒപ്പം തന്നെ കേരളത്തെ ഒരു പടി മറികടന്നുകൊണ്ട് കർണാടക ആദ്യം സമരം പ്രഖ്യാപിച്ച കേരളത്തെ മറികടന്നുകൊണ്ട് കർണാടക ഇന്ന് ഡൽഹി ജന്തർ മന്ദിറിൽ മറ്റൊരു സമരവേദിയും ഒരുക്കുകയാണ്. ഇതിനും രാഷ്ട്രീയമുണ്ട്. ഒപ്പം കേരളം ലക്ഷ്യമിടുന്ന നീക്കങ്ങൾക്കും കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതാണ് പ്രസക്തമായ രാഷ്ട്രീയ സാഹചര്യം. തിരുവനന്തപുരത്ത് BV അരുണുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയിലെ സാഹചര്യങ്ങൾ രാകേഷ് കൂടി നമുക്കൊപ്പം പങ്കുവയ്ക്കും. രാകേഷ്, അരുൺ, സ്വാഗതം ന്യൂസ് ട്രെൻഡ്സിലേക്ക്. രാകേഷ്, ഈ ഡൽഹി സമരങ്ങൾക്ക് എപ്പോഴും ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഒരു സംസ്ഥാന സർക്കാരാണ്, അല്ലെങ്കിൽ രണ്ട് സംസ്ഥാന സർക്കാരുകളാണ് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നത്. അവർ ഉന്നയിക്കുന്ന വിഷയം ഫെഡറൽ സംവിധാനങ്ങളുടെ ലംഘനം നടക്കുന്നു, ഭരണഘടനാ ലംഘനം നടക്കുന്നു, സംസ്ഥാനങ്ങൾക്ക് അവകാശങ്ങൾ കിട്ടുന്നില്ല എന്നതാണ്. സ്വാഭാവികമായും ഉയരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. ഈ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നടക്കുന്ന ഇത്തരം സമരങ്ങൾക്ക് അത് ഏതു തരത്തിലുള്ള ഒരു പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് നമുക്ക് കരുതാം. വീണ്ടും സമരങ്ങൾക്ക് വേദിയാവുകയാണ്. അടുത്ത മണിക്കൂറുകളിൽ ഡൽഹിയിൽ രണ്ട് സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ്. ഇന്നേതായാലും കർണാടക സർക്കാരാണ് ജന്തർ മന്ദിറിൽ സമരം നടത്തുന്നത്. ചലോ ഡൽഹി എന്ന പേരിലാണ് കർണാടക സർക്കാരിന്റെ സമരം. കേരളം ഉന്നയിക്കുന്നത് പോലെ കേന്ദ്ര അവഗണന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കർണാടക സർക്കാർ സമരം നടത്തുന്നത്. 10:30 തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ജന്തർ മന്ദിറിലേക്ക് എത്തും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവർ ഇന്നലെ തന്നെ ഡൽഹിയിൽ എത്തിയിരുന്നു. 135 MLA-മാരാണ് കർണാടകത്തിൽ കോൺഗ്രസിനുള്ളത്. ഈ 135 MLA-മാരും ഈ സമരത്തിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ MLC-മാരുണ്ട്. ഒപ്പം 28 ലോക്സഭാ MP-മാരോടും പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഹായം, പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അവർ കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം 28-ൽ 25 അംഗങ്ങളും BJP-യുടെ MP-മാരാണ്. കോൺഗ്രസിന് ഒരു MP മാത്രമാണുള്ളത്. രാജ്യസഭയിൽ 12 MP-മാരുണ്ട്. അതിൽ 5 പേരാണ് കോൺഗ്രസിനുള്ളത്. ഇവരോടും പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ധനമന്ത്രി നിർമ്മല സീതാരാമൻ കർണാടകത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. ധനമന്ത്രിക്കും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് സിദ്ധരാമയ്യ കത്തയച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കർണാടക, സജിത് സൂചിപ്പിച്ച പോലെ തന്നെ കേരളമാണ് ഇത്തരത്തിൽ ഡൽഹിയിൽ ഒരു സമരം പ്രഖ്യാപിച്ചത്. നേരത്തെ 2008-ൽ VS സർക്കാരിന്റെ കാലത്ത്, അന്ന് കേന്ദ്രത്തിനെതിരെ UPA സർക്കാർ ഭരിക്കുന്ന കാലത്ത് സമരം ചെയ്തിട്ടുണ്ട് കേരളം. അതിനുശേഷം കേരളം വീണ്ടും സമരത്തിലേക്ക് പോവുകയാണ്. ഏതായാലും പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഡൽഹിയിൽ ഒരു പ്രത്യക്ഷ സമരം ഏതായാലും കേന്ദ്രത്തിനെതിരെ നടക്കുന്നത്. സജിത് സൂചിപ്പിച്ച പോലെ തന്നെ കേരളമാണ് ഈ സമരം ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. ഒപ്പം തന്നെ മറ്റ് കക്ഷികൾ BJP ഇതര സംസ്ഥാനങ്ങളുടെ പിന്തുണയും മുഖ്യമന്ത്രി തേടുകയും ചെയ്തിരുന്നു. ഏതായാലും അതിന് പിന്നാലെ കർണാടകയും സമാനമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ സമരരംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. കർണാടക ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ അത് പ്രതികൂലമായി സംസ്ഥാനത്തെ ബാധിക്കുന്നു. കഴിഞ്ഞ 6 വർഷത്തിനിടെ 1.8 ലക്ഷം കോടി രൂപയുടെ നഷ്ടം കർണാടകയ്ക്കുണ്ടായി എന്നാണ് പ്രധാനപ്പെട്ട ആരോപണമായി അവർ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ GST തെറ്റായി നടപ്പാക്കുന്നു. ഇതിനു പുറമെ പല കേന്ദ്ര പദ്ധതികളും കർണാടകയ്ക്ക് അനുവദിക്കുന്നതിൽ കാലതാമസം വരുത്തുന്നു തുടങ്ങിയ വിഷയങ്ങൾ. അങ്ങനെ വലിയ അവഗണന ഈ 10 വർഷത്തിനിടെ മോദി സർക്കാരിന്റെ കാലത്ത് കർണാടകയ്ക്ക് ഉണ്ടായി എന്നാണ് കർണാടക സർക്കാർ വ്യക്തമാക്കുന്നത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഇത്തരമൊരു സമര പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രത്യക്ഷ സമരം ഈ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ഇനി ദിവസങ്ങൾ അല്ലെങ്കിൽ 1-2 ആഴ്ച അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഈ ഒരു ഘട്ടത്തിലാണ് പ്രത്യക്ഷ സമരമായി രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഇപ്പോൾ കേന്ദ്രത്തിന്റെ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. യെസ്, അതാണ് ഡൽഹിയുടെ രാഷ്ട്രീയ സാഹചര്യം.